പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ ആശംസകൾ. പ്രത്യേകിച്ചും കാരുണ്യാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇതിലെല്ലാ അംഗങ്ങൾക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ ആശംസകൾ അച്ഛൻ നേരുകയാണ്. പ്രിയമുള്ളവരെ, വലിയ വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു വയ്ക്കുകയാണ്, വി ആർ ഈസ്റ്റർ പീപ്പിൾ, അവർ സോങ് ഈസ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ മക്കളാണ്. വി ആർ ഈസ്റ്റർ പീപ്പിൾ, അവർ സോങ് ഈസ് ഹല്ലേലൂയ. എന്താണ് അവർ സോങ്? ഹല്ലേലൂയ എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ആ ദൈവവചനം ഹല്ലേലൂയ. പ്രത്യാശയുടെ വചനമാണത്, പ്രതീക്ഷയുടെ വചനമാണ്. ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ കാണാനായിട്ട് കാത്തിരുന്ന, നേരം വെളുക്കുന്നതിന് മുമ്പ് കല്ലറയ്ക്ക് അരികിലേക്ക് ഓടിയെത്തിയ മഗ്ദലന മറിയത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കരയുന്നത് കർത്താവിനെ കാണാഞ്ഞിട്ടാണ്. ഇവിടെ ഈ സ്ത്രീ കരയുന്നത് ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കരച്ചിലുകൾ ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരിക്കണം, ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കണം. ഈശോ പറയുകയാണ്, നീ എന്തിനു കരയും? നമ്മുടെ ജീവിതത്തിൽ ഭയം വരുമ്പോൾ, ആകുലത വരുമ്പോൾ നാം കരഞ്ഞു പോകും. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ കരയിപ്പിക്കും. എന്നാൽ ഈശോയെ കാണുമ്പോഴാണ് ആ കരച്ചിൽ വിരാമമിടുന്നത്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ സഹനങ്ങൾക്ക് പുറകിൽ യേശുവാണ് എന്നും ഈ സഹനങ്ങൾക്കപ്പുറത്ത് ഈശോ ഉണ്ട് എന്നും ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയുകയില്ല. ദൈവദൂതൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെടുന്നത് ഈശോയെ കാണാഞ്ഞിട്ടാണ്. ഈശോയെ കാണുമ്പോൾ നമ്മൾ കർത്താവിനെ കണ്ടെങ്കിൽ ആ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. തിരുനാളിന് അപ്പൻ്റെ കൂടെ കൈപിടിച്ച് പോകുന്ന കുഞ്ഞ് അപ്പൻ്റെ കയ്യിൽ നിന്നും ആ പിടിവിടുമ്പോൾ പിന്നെ മനോഹരമായ കാഴ്ചകളെല്ലാം ഭയപ്പെടുകയാണ്. ആ കൊച്ചു കരയുകയാണ്, അവനെല്ലാം ഭയത്തിലേക്ക് വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നഷ്ടപ്പെടാതിരുന്നാൽ നമുക്ക് ഒരിക്കലും ഭയം ഉണ്ടാവുകയില്ല. നമുക്ക് ഭയം വരുന്നത് യേശു നഷ്ടപ്പെടുമ്പോഴാണ്. യേശു കൂടെയുള്ളപ്പോൾ ഭയം ഉണ്ടാവുകയില്ല. അതിനാൽ ഈ ഈസ്റ്റർ ദിനത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നിനക്ക് ഈശോ കൂടെയുണ്ട്. ഈശോ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ഈശോ സമാധാനമാണ്. നമുക്ക് എന്തൊക്കെ അസ്വസ്ഥതയുണ്ടായാലും ഈശോ കൂടെയുണ്ടെങ്കിൽ നാം പിന്നെ കരയേണ്ട ആവശ്യമില്ല. അവൻ കൂടെയുണ്ട്, അവൻ ബലമാണ്, അവൻ പ്രത്യാശയാണ്. പിന്നെയോ അവൻ നമ്മുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അതുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ കരയാൻ കാരണമുള്ളത് കർത്താവിനെ കാണാഞ്ഞിട്ടാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമ്മളൊന്നും ഭയപ്പെടേണ്ട, കർത്താവാണ് നമ്മുടെ മുൻപിലുള്ളത്. പിന്നെയോ അവൻ നമുക്ക് സമാധാനം നൽകുന്നു. ഈസ്റ്റർ ദിനത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ പ്രാർത്ഥിക്കാം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട്, വേദനകൾക്ക് മുമ്പിൽ കരയാറുണ്ട്. ഈശോയെ കാണാഞ്ഞിട്ടാണ്. ഈശോയെ കാണാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ കണ്ടാൽ പിന്നെ ഞങ്ങൾ കരയാൻ ഞങ്ങൾക്ക് ഒരിക്കലും അതിന് ഇടവരികയില്ല. ഞങ്ങൾ ഭയപ്പെടുന്നു കർത്താവെ. ഞങ്ങളുടെ ഭയങ്ങളെ അസ്ഥാനത്താക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. അങ്ങ് അഭയമാണ്. ഈശോയെ, കരയുന്ന എല്ലാ മക്കൾക്കും, ഭയപ്പെടുന്ന എല്ലാ മക്കൾക്കും ഈശോ കൂടെയുണ്ടെന്ന് ബോധ്യം നൽകണമേ. സമാധാനമില്ലാതെ വേദനിക്കുന്നവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ഈ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം. ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചതും മരിച്ചതും ഉയർത്തതും എനിക്കു വേണ്ടി. ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചതും മരിച്ചതും ഉയർത്തതും എനിക്കു വേണ്ടി. ആ സ്നേഹം ഓർക്കുമ്പോൾ എൻ മാനസം തുടിക്കുന്നു. ആ സ്പർശം ഏൽക്കുമ്പോൾ എൻ ഹൃദയം തുറക്കുന്നു.
സകലതും എനിക്കു വേണ്ടി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും